മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നു. ചോറോട് ഗ്രാമപഞ്ചായത്തിന് ഇനി അതിദായകരമില്ലാത്ത പഞ്ചായത്ത്, വീടില്ലാത്തവർക്ക് വീട്, നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മാലിന്യ സംസ്കരണ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം
ദൈവമേ നിന്നാമമെന്നും ഓർക്കുവാനും വാഴ്ത്തുവാനും എന്നുമെങ്ങും അറിയാതെ തോന്നണമേ. അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നുമുള്ളവനെ ഭേദമന്യേ കണ്ടിടുവാൻ കഴിയണമേ. ദൈവമേ നിന്നാമമെന്നും ഓർക്കുവാനും വാഴ്ത്തുവാനും എങ്ങുമെങ്ങും അറിയാതെ തോന്നണമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും ധർമ്മമാണു ദൈവമെന്നും തോന്നണമേ. ദൈവമേ നിന്നാമമെന്നും ഓർക്കുവാനും വാഴ്ത്തുവാനും എന്നുമെങ്ങും അറിയാതെ തോന്നണമേ. ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും പ്രാദേശിക ഭരണകൂടങ്ങളാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. നിയമനിർമ്മാണം ഒഴികെയുള്ള വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് ഇവയ്ക്കുള്ളത്. സാധാരണക്കാർക്ക് അധികാര വികേന്ദ്രീകരണത്തിലൂടെ ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാനുള്ള വഴിയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ഓരോ പഞ്ചായത്തിൻ്റെയും പ്രവർത്തനങ്ങൾ അത്രയും ഫലപ്രദമായ രീതിയിൽ തന്നെ നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി പഞ്ചായത്തോ കെട്ടിടങ്ങളും മറ്റ് ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. ചോറോട് പഞ്ചായത്തിൻ്റെ പഴയ കെട്ടിടത്തിൽ നിന്നും പുതിയ ഓഫീസിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് നമ്മുടെ ബഹുമാന്യനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. ഉദ്ഘാടന സമ്മേളനത്തിനായി വേദിയിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാന്യനായ മന്ത്രി. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം ആധ്യക്ഷം വഹിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP ചന്ദ്രശേഖരൻ മാസ്റ്ററെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം സ്വാഗത ഭാഷണം നടത്താൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ K മധുസൂദനൻ, ശ്രീമതി ഷീന, ശ്രീമതി KP ഗിരിജ, ശ്രീമതി നിഷ പുത്തൻപുരയിൽ, ശ്രീമതി വിമല NM, ശ്രീമതി രേവതി പെരുവാണ്ടിയിൽ, ശ്രീമതി സൗമ്യ KP, ശ്രീമതി ശ്യാമള പൂവേരി, ശ്രീ C നാരായണൻ മാസ്റ്റർ, ശ്രീമതി ജിഷ പനങ്ങാട്, ശ്രീ പ്രസാദ് PT, ശ്രീ ബൈജു ജോസ്, ശ്രീ TP ബിനേഷ്, ശ്രീ R സത്യൻ, ശ്രീ KM നാരായണൻ, ശ്രീ CP ശ്രീധരൻ, ശ്രീ സത്യനാഥൻ P, ശ്രീ ബാബു പറമ്പത്ത്, ശ്രീ VP മനോജ്, ശ്രീ KK ഹംസഹാജി, ശ്രീ റഫീഖ് അഴിയൂർ, ശ്രീ KM വാസു, ശ്രീമതി അനിത, ശ്രീ KV സതീഷ് കുമാർ. വേദിയെ സമ്പന്നമാക്കാൻ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം സദസ്സിനെ സമ്പന്നമാക്കാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. പ്രിയരെ, ഭരണഘടന ഭേദഗതി 73-74 നിലവിൽ വന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരണഘടനാപരമായ തദ്ദേശ സർക്കാരുകളായി മാറി. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതോടെ അധികാരത്തിനൊപ്പം വിഭവങ്ങളും ഉത്തരവാദിത്തങ്ങളും വികേന്ദ്രീകരിച്ച് നൽകി തദ്ദേശ സ്ഥാപനങ്ങളെ കരുത്തുറ്റ ഭരണകേന്ദ്രങ്ങളാക്കി മാറ്റി. ഇന്ന് 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ
ജില്ലാ പഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ എന്നിവ ചേർന്നതാണ് കേരള സംസ്ഥാനത്തിലെ തദ്ദേശ സ്വയംഭരണ സംവിധാനം. ഈ 1200 തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ സമന്വയിപ്പിക്കുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ്. പഞ്ചായത്ത് വകുപ്പ്, നഗരകാര്യ വകുപ്പ്, ഗ്രാമവികസന വകുപ്പ്, ഗ്രാമാസൂത്രണ വകുപ്പ് എന്നിവയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്ന പ്രധാന അനുബന്ധ വകുപ്പുകൾ. പഞ്ചായത്ത് വകുപ്പിൻ്റെ കാര്യങ്ങൾ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നടപ്പാക്കുന്ന പഞ്ചായത്തുകൾ കാര്യക്ഷമതയിൽ ഏറ്റവും മുന്നിൽ എത്തേണ്ടത് നിർബന്ധം തന്നെയാണ്. സാധാരണ ജനങ്ങളോട് സംവദിക്കുന്ന അധികാര വികേന്ദ്രീകരണം നടത്തപ്പെട്ട പഞ്ചായത്ത് വകുപ്പ് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ തന്നെ നടക്കുന്നുമുണ്ട്. അതിൻ്റെ ഭാഗമായി ചോറോട് പഞ്ചായത്തിൻ്റെ പഴയ കെട്ടിടത്തിൽ നിന്നും പുതിയ ഓഫീസ് കെട്ടിടത്തിലേക്ക് ഇന്ന് മാറിയിരിക്കുകയാണ് അതിൻ്റെ ഔദ്യോഗിക സംവിധാനം. ഇത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. ഏവരെയും സ്നേഹപൂർവം ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. വേദിയെ സമ്പന്നമാക്കാൻ എത്തിച്ചേർന്നവരെയും ഒപ്പം സദസ്സിനെ സമ്പന്നമാക്കാൻ എത്തിച്ചേർന്നവരെയും ഹൃദയപൂർവ്വം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചോറോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അതിൻ്റെ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നതായി അറിയിക്കുന്നു. സ്വാഗത ഭാഷണം നടത്തുന്നതിനു വേണ്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ K. മധുസൂദനനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദരണീയനായ കേരള സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PM മുഹമ്മദ് റിയാസ്, ബഹുമാനപ്പെട്ട ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP ചന്ദ്രശേഖർ മാസ്റ്റർ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, വളരെയേറെ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന്. ചോറോട് പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ അഭിലാഷമായ ചോറോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ കെട്ടിടമെന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി കൈനാട്ടിയിലുള്ള പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം വികസന NH അതോറിറ്റി അക്വയർ ചെയ്തതോടെയാണ് വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചോറോട് പഞ്ചായത്തിൻ്റെ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായൊരു സ്ഥലത്ത് തന്നെ കൈനാട്ടിക്കോ അതിനടുത്ത് തന്നെയോ പഞ്ചായത്ത് ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് ഈ ഭൂമിയുടെ വിലയും മറ്റ് കാരണങ്ങളാലും നമുക്ക് പ്രായോഗികമാക്കാനില്ല. അതുകൊണ്ടാണ് പിന്നീട് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായ പഞ്ചായത്തിൻ്റെ കൈവശമുള്ള ഈ സ്ഥലത്ത് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 2023 സെപ്റ്റംബർ മാസം ആണ് ഇതിന് തറക്കല്ലിട്ടത്. 2 വർഷം ആകുമ്പോഴേക്ക് ഈ പഞ്ചായത്ത് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം പൂർണ്ണമാക്കി. ഇന്ന് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അത്തരത്തിലുള്ളൊരു ഏറ്റവും സൗകര്യപ്രദമായ ഒരു പഞ്ചായത്ത് ഓഫീസ് കെട്ടിടമായി നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വടകരയിലെ വടകര ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ULCC തന്നെയാണ് നമുക്ക് ഈ കെട്ടിടം നിർമ്മിച്ച് തന്നിട്ടുള്ളത്.
ഇന്ന് ഈ കെട്ടിടം നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതിനും ചെറിയ വ്യത്യാസം നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്നവരിലുണ്ട്. കാരണം ഇന്ന് UDF ഈ ചടങ്ങ് ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 12 മണി വരെ നമ്മളോടൊപ്പം, ഇന്നലെ രാത്രി ഈ നമ്മുടെ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് അംഗങ്ങൾ രാത്രി 12 മണിക്ക് ശേഷമാണ്, അതിനുശേഷം ഇവിടെ ഉള്ളവരുമുണ്ട്, എല്ലാവരും പിരിഞ്ഞു പോയത്. അവിടുന്ന് ഇന്ന് രാവിലെ പോലും ഈ ഇന്നത്തെ ഈ ഘോഷയാത്രയിൽ വർണ്ണശബളാവന്നമായ വളരെ മനോഹരമായൊരു ഘോഷയാത്രയാണ് ഇന്ന് നടന്നത്. അതിൽ പങ്കെടുക്കുന്നതിന് നേതൃത്വം നൽകുന്നതിനും വേണ്ടി ഇവിടെ ജനപ്രതിനിധികൾ എത്തിയിരുന്നു. അവരോട് UDF ഇന്നത്തെ ബഹിഷ്കരിച്ചുകൊണ്ട് ചിലർ ഇന്ന് ഇതിൽ പങ്കെടുത്തിട്ടില്ല. ഏതായാലും ഇന്ന് നമ്മുടെ വളരെ സന്തോഷകരം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ സന്തോഷകരമായ ഈ ഒരു ദിവസത്തിൽ സ്വാഗതം പറയുക എന്നുള്ള ചടങ്ങിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നെ അർപ്പിതമായ കർത്തവ്യം. ഞാൻ അതിലേക്ക് അടയ്ക്കുകയാണ്. ഇന്നിവിടെ ഈ ചടങ്ങ് നേരത്തെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസാണ്. അദ്ദേഹത്തിന് വളരെ ഹാർദമായി ഇവിടെ ചോറോട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി, ഭരണസമിതിക്ക് വേണ്ടി, ജീവനക്കാർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ആദരണീയനായ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ മാഷാണ്. ഇതിൻ്റെ ഓരോ പ്രവർത്തനത്തിൻ്റെയും ആദ്യം മുതൽ അവസാനം വരെ ഇടപെടുകയും നമുക്ക് ഇന്ന് തന്നെ ഈ ഉദ്ഘാടനം എത്രയും വേഗം നിർവഹിക്കണമെന്നുള്ള രീതിയിൽ ഇടപെടുകയും ചെയ്യുകയും ഇതിൻ്റെ ആദ്യാവസാനം ഇതിൻ്റെ നേതൃത്വം നൽകിയ ശ്രീ ചന്ദ്രശേഖരൻ മാസ്റ്റർ ഏറ്റവും വലിയ സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2 വർഷം കൊണ്ട് അതിനുള്ള സാങ്കേതികമായ ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എപ്പോഴും ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ ബിൽഡിംഗ്, അതിമനോഹരമായ ബിൽഡിംഗ് നമുക്ക് നിർമ്മിച്ചു തന്നത് ULCC ആണ്. ഈ ULCCക്ക് ഒരു ഉപഹാരം നൽകണമെന്ന് ഭരണസമിതി അതുപോലെ ജീവനക്കാരും തീരുമാനിച്ചിരുന്നു. ഈ ഉപഹാരം നൽകുന്നത് ഇന്നിവിടെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി ഇവിടെ സന്നിഹിതനായിട്ടുള്ള ആദരണീയായ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KP ഗിരിയാണ്. അവരെയും ഈ ചടങ്ങിലേക്ക് ചോറോട് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും ഭരണസമിതിക്ക് വേണ്ടിയും ജീവനക്കാർക്ക് വേണ്ടിയും സ്വാഗതം ആശംസിക്കുകയാണ്. വിവിധ ജനപ്രതിനിധികൾ നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ആദ്യമായി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി നിഷ പുത്തൻപുരയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി വിമല എന്നിവരുടെ സന്നിഹിതരായിട്ടുണ്ട്. അവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രേവതി പേരുവാണ്ടിയിൽ ഇവിടെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. അവരെയും മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. വടകര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി സൗമ്യ KP ഇവിടെ ആശംസ അർപ്പിക്കുന്നുണ്ട്. അവരെയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ചോറൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ശ്യാമള പൂവേരി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. അവരെയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. ചോറൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ നാരായണ മാസ്റ്റർ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. ഈ വാർഡ് നമ്മുടെ ഈ സ്ഥാപനം നിൽക്കുന്നത് നമ്മുടെ നിലവിലുള്ള 14-ാം വാർഡിൽ മെമ്പർ ശ്രീമതി ജിഷ പരങ്ങാട് ഇവിടെ സംസാരിക്കുന്നു. അവരെയും ഞാൻ
നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. ഈ ഗ്രാമപഞ്ചായത്ത് LSGD കോഴിക്കോടിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ശ്രീ PT പ്രസാദ്, അദ്ദേഹത്തെയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ബൈജു ജോസഫ് ഉണ്ട്, അവരെയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ ഇവിടെ ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നുണ്ട്. ആദ്യമായി ശ്രീ TP ബിനീഷ് അവരെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ശ്രീ R സത്യൻ ഈ ചടങ്ങിൽ സംസാരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ശ്രീ KM നാരായണൻ ഇവിടെ സംസാരിക്കുന്നുണ്ട്, അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ CP ശ്രീധരൻ, എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെയും സ്വാഗതം ആശംസിക്കുകയാണ്. ശ്രീ സത്യനാഥൻ P അവരെ സ്വാഗതം ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ സംസാരിക്കുന്ന ശ്രീ ബാബു പറമ്പത്തിനെയും സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ VP മനോജ് ആശംസർപ്പിച്ച് സംസാരിക്കും, അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുകയാണ്. ശ്രീ TK അംസ ഹാജി സംസാരിക്കും, അദ്ദേഹത്തെ ആശംസിക്കുന്നു. ശ്രീ റഫീഖ് അഴിയൂരിനെയും സ്വാഗതം ആശംസിക്കുകയാണ്. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ, നമ്മുടെ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ ശ്രീ KM വാസു ഇവിടെ സംസാരിക്കുന്നുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ CDS ചെയർപേഴ്സൺ ശ്രീമതി അനിത K ഇവിടെ ആശംസ അർപ്പിക്കുന്നുണ്ട്, അവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഒരു പേര് നേരത്തെ പറയേണ്ടതായിരുന്നു, വിട്ടുപോയി. നമ്മുടെ ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത് അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ടുള്ള ശ്രീമതി ഷീനയാണ്. അവരെയും ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. ഇന്നിവിടെ ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നത് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ KV സതീഷ് കുമാറാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, ഭരണസമിതിക്ക് വേണ്ടിയും ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും, ഈ ഒട്ടേറെ പഴയകാല ജീവനക്കാരിവിടെ വന്നിട്ടുണ്ട്, അതുപോലെ ജനപ്രതിനിധികൾ, പഴയ പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും ഇവിടെ വന്നിട്ടുണ്ട്, അവരെയും അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാരായിട്ടുള്ളവരിവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഈ സന്തോഷകരമായ നിമിഷത്തിലേക്ക് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ചടങ്ങിന് ആധ്യക്ഷം വഹിക്കുന്നത് ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP ചന്ദ്രശേഖരൻ മാസ്റ്ററാണ്. സ്നേഹപൂർവം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് അധ്യക്ഷ ഭാഷണത്തിനായി. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ കേരള സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, ഈ ചടങ്ങിൽ ഉപഹാര സമർപ്പണം നടത്തുന്ന ബഹുമാനപ്പെട്ട വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KP ഗിരിജ, ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലെത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാർ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഏറ്റവും സന്തോഷപൂർണമായൊരു ദിനമാണിന്ന്. ഒരു ചെറിയ സങ്കടം മനസ്സിലുണ്ട്. ഞങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ട ഒരു 10-12 മെമ്പർമാർ അവരുടെ രാഷ്ട്രീയ നിർദ്ദേശപ്രകാരം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടില്ല എന്നത്. പക്ഷേ അത് മാറ്റിവെച്ചാൽ ഞങ്ങളുടെ ഭരണസമിതിയുടെ ഏറ്റവും ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളിലൊന്നാണ് നവീന രീതിയിലുള്ള എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കെട്ടിടം ചോറോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഓഫീസായി ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി തുറന്നു കൊടുത്ത ദിവസമെന്നത്.
2023 സെപ്റ്റംബർ 23-നാണ് ഈ മന്ദിരത്തിൻ്റെ തറക്കല്ലിട്ടത്. അന്ന് ചെറിയ ചില പകർച്ചവ്യാധികളുടെ കാലമായതുകൊണ്ട് തന്നെ വിപുലമായ തരത്തിലുള്ള ഒരു ചടങ്ങും നടത്താതെ പഞ്ചായത്ത് മെമ്പർമാരും അത്യാവശ്യം ഉദ്യോഗസ്ഥരും തൊട്ടടുത്ത 1-2 ആളുകളും മാത്രം ചേർന്നുകൊണ്ടാണ് ആ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. അങ്ങനെ തറക്കല്ലിട്ട് കൃത്യം 2 വർഷവും 1 മാസവും കഴിയുമ്പോൾ വളരെ മനോഹരമായൊരു കെട്ടിടം നമുക്ക് വേണ്ടി നിർമ്മിച്ചു തന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഇത്തരുണത്തിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ല. അവരോടുള്ള നന്ദി കൂടി ഞാനിവിടെ പറയുകയാണ്. ഒരു ദീർഘമായ പ്രസംഗം നിങ്ങളോട് നടത്തണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ നമുക്ക് സമയം കുറവാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ 1:15 മണിയായി. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇന്ന് ഇവിടെ തന്നെ ഒഞ്ചിയം ഈ ഏരിയയിൽ തന്നെ 3-4 പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ അതിവിപുലമായ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നില്ല. ഈ വരുന്ന 18-ാം തീയതി ഒരു വികസന സദസ്സ് സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം ഒരു വികസന സദസ്സ് വൈക്കരശ്ശേരി UP സ്കൂളിൽ വെച്ച് നടക്കുന്നുണ്ട്. ആ സദസ്സിൽ വെച്ച് കഴിഞ്ഞ 5 വർഷക്കാലം ഒറ്റക്കെട്ടായ ഒരേ മനസ്സോടുകൂടി ഈ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അതിൻ്റെ ഒരു ചെറിയ രൂപം പ്രിൻ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒന്ന് നിങ്ങളോട് പറയുകയാണ്, ഈ കഴിഞ്ഞ 5 വർഷക്കാലവും കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഓരോ വാർഡിലെയും ജനങ്ങൾ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ആ വാർഡിലെ മെമ്പറുടെ രാഷ്ട്രീയം പരിഗണിക്കാതെ എല്ലാവർക്കും തുല്യനീതി നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ 5 വർഷക്കാലം ഞങ്ങളുടെ ഭരണസമിതി പ്രവർത്തിച്ചത് എന്ന് നിങ്ങളോട് പറയുന്നതിൽ വലിയ അഭിമാനം എനിക്കുണ്ട്. അത് നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഒരു രാഷ്ട്രീയവും ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ വേർതിരിപ്പിച്ചിട്ടില്ല. ഒരു 100 രൂപ പഞ്ചായത്തിന് കിട്ടിയാൽ അത് 21 കൊണ്ട് ഹരിച്ച് കൃത്യമായി കൊടുത്തുകൊണ്ട്, കാരണം എല്ലാ വാർഡിലും ജനങ്ങളാണ്, ആ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം എന്ന് കരുതി മുന്നോട്ട് പോയിട്ടുണ്ട്. വരും നാളുകളിലും ആ രൂപത്തിൽ ഭരണം നിർവഹിക്കാൻ വരുന്ന ആളുകൾക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി റിയാസ് അവർകളെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും. കേരള സംസ്ഥാനത്തിൻ്റെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ നല്ല പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ തന്നെ ഫലപ്രദമായ രീതിയിൽ തന്നെ നയിച്ചു വരികയാണ്. അദ്ദേഹത്തെ ചോറോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് സദസ്സുമായി സംവദിക്കുന്നതിന് സ്നേഹപൂർവ്വം സാദരം ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ, ബഹുമാന്യനായ ചോറോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ PP ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, ശ്രീ TP ബിനീഷ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിലുള്ളവർ, പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ചോറോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസ് വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, നേരത്തെയുള്ള കെട്ടിടം ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി പൊളിച്ചു പണിയുന്ന സാഹചര്യത്തിലാണ് 5 കോടി രൂപ ചെലവഴിച്ച് ഒരു പുതിയ കെട്ടിടം ഇവിടെ പണിതിട്ടുള്ളത്. ഞാനതിൻ്റെ ഓഫീസിൽ കയറിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് വളരെ സൗകര്യപ്രദമായ ഒരു കെട്ടിടമായിട്ടാണ്. ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓടിയെത്താൻ പറ്റുന്ന ഒരു ആശ്വാസ കേന്ദ്രം എന്നുള്ള നിലയിൽ നിലവിലുള്ള പുതിയ കെട്ടിടം ഏറെ സഹായിക്കും. ആ കെട്ടിടം ഡിസൈൻ ചെയ്ത, ആ കെട്ടിടം നിർമ്മിച്ച
അതിന് നേതൃത്വം കൊടുത്ത ഭരണസമിതി ഉൾപ്പെടെയുള്ള എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക. ചോറോട് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഗ്രാമപഞ്ചായത്താണ്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന ഘട്ടത്തിൽ തന്നെ ചോറോട് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് നമുക്കൊപ്പം ഇല്ലാത്ത സഖാവ് എം ദാസേട്ടൻ വളരെ ചെറുപ്രായത്തിൽ ഈ ചോറോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു. ഇവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് നമ്മുടെ ലോകത്തെവിടെയുമുള്ള മലയാളികൾ അറിയുന്ന നിലയിലേക്കുള്ള ഒരു രാഷ്ട്രീയ നേതാവും പാർലമെന്റേറിയനും ഒക്കെയായി മാറിയിട്ടുള്ളത്. ചോറോട് ഗ്രാമപഞ്ചായത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ചന്ദ്രശേഖര മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഈ ഭരണസമിതി നടത്തിയിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ വളരെ ആശ്വാസമായി കാണുന്ന ഒരു കേന്ദ്രമാണ്. നാട്ടിലെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഓടിയെത്തുന്ന കേന്ദ്രം. ആ നിലയിൽ ഓഫീസിലെ ജീവനക്കാർ ജനങ്ങൾ പറയുന്നത് കേൾക്കാനും അത് പരിഹരിക്കുന്നതിന് ഇടപെടാനും സദാ തയ്യാറായി മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ മികവാർന്ന ഭരണം കാഴ്ചവെച്ച ഒരു ഭരണസമിതി നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പൊതുസ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ പ്രാദേശിക വികസന മേഖലയിൽ സുപ്രധാനമായ മുന്നേറ്റം സാധ്യമാക്കിയ കാലമാണ് ഈ കാലം. ജനങ്ങൾക്ക് ആകെ ഗുണകരമാകുന്ന നിലയിലേക്കുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ള കാഴ്ചപ്പാടാണ് പൊതുവെ LDF സർക്കാരിനുള്ളത്. പ്രധാനപ്പെട്ട പല പദ്ധതികളും നടപ്പിലാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ്. ഇപ്പോ ലോകത്തേത് സർക്കാരിനും മാതൃകയാക്കാവുന്ന നിലയിലേക്ക് വീടില്ലാത്തവർക്ക് വീട് എന്ന ലൈഫ് പദ്ധതി ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയത്. 4,62,412 വീടുകളാണ് കഴിഞ്ഞ 9 വർഷക്കാലം LDF സർക്കാർ ഈ കേരളത്തിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച് മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങളോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിനോടൊപ്പം നിന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇപ്പോ കേരളപ്പിറവി ദിനത്തിലേക്ക് നാം പോകുമ്പോൾ സർക്കാർ ജനങ്ങളോട് നൽകിയൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു. ഇന്ത്യയിൽ അതിദരിദ്രരില്ലാത്ത ഏക സംസ്ഥാനമായി നമ്മുടെ കേരളം ഈ കേരളപ്പിറവി ദിനത്തിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും ശാസ്ത്രീയമായ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായി ഇതിനെ പൊതുവെ വിശേഷിപ്പിക്കുന്നു. അതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർണായക പങ്ക് വഹിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് മാലിന്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം. മാലിന്യ സംസ്കരണം ഫലപ്രദമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിലേക്ക് ഹരിത കർമ്മസേനയെ നമുക്ക് ഈ ഘട്ടത്തിൽ സല്യൂട്ട് ചെയ്യാൻ, അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കുടുംബശ്രീ മാതൃകാപരമായി കുടുംബശ്രീ ഇടപെടുന്നു. കുടുംബശ്രീയുടെ ഇടപെടലുകൾ കണ്ട് എല്ലാവരും ഒരുപോലെ കുടുംബശ്രീയെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ ഓരോ മേഖലയിലും ഈ മാറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ മുന്നേറ്റം സാധ്യമാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി സർക്കാർ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. K-Smart പോലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന പദ്ധതികൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ വികസന സംവാദം കൂടി നടത്തുകയാണ്. ഇവിടെ 18-ാം തീയതിയാണ് എന്ന് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞു. എങ്ങനെയാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന ചർച്ച മുന്നോട്ട് വെക്കുന്നതാണ് ഈ വികസന സെമിനാർ സംവാദം. ഇങ്ങനെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകെ ശക്തിപ്പെട്ടു വരികയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ ജനകീയമായി മാറി. കൂടുതൽ സേവനം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നു. നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം.
അതിന് നമ്മളെല്ലാവരും ഒത്തുചേർന്ന് നിൽക്കണം. ഈ ഓഫീസ് പുതിയതായി നിർമ്മിക്കാൻ കാരണം ദേശീയപാതയുടെ വികസനമാണെന്ന് നമുക്കറിയാം. ദേശീയപാത കേരളത്തിൽ ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ചില പ്രയാസം അനുഭവിച്ച മേഖലയാണ് ഈ മേഖല. ഈ അടുത്ത ദിവസം 2 ദിവസം മുമ്പാണ് ഡൽഹിയിൽ ബഹുമാന്യനായ ശ്രീ നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രിക്കൊപ്പം പോയത്. വടകര റീച്ച്, വടകരയിലെ വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള ഭാഗത്തെ പ്രവൃത്തി മറ്റു പ്രവൃത്തികൾ പോലെ വേഗത്തിലാകാതെ പോയതിന്റെ പല പ്രശ്നങ്ങളും അതിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. കരാർ കമ്പനി എടുത്തിട്ടുള്ള തെറ്റായ സമീപനത്തെ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. പ്രതീക്ഷിച്ച വേഗതയിൽ അതുകൊണ്ട് തന്നെ ഈ റീച്ചുകൾ പോയില്ല. പിന്നീട് മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ ഈ റീച്ചിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ 10 കിലോമീറ്റർ ആക്കി വേർതിരിച്ചുകൊണ്ട് പ്രവൃത്തി പരിശോധിക്കാൻ നിശ്ചയിച്ചു. ആ പരിശോധന ഇപ്പോൾ പൊതുവെ നടന്നു വരുന്നു. തൊഴിലാളികളുടെ എണ്ണം അതിന്റെ ഭാഗമായി വർദ്ധിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ഭാഗം 10 കിലോമീറ്റർ വരുന്ന 4 സ്ട്രെച്ചുകളിലായി തിരിച്ച് നിലവിൽ പ്രവൃത്തി നടന്നു വരികയാണ്. ശ്രീ നിതിൻ ഗഡ്കരിയോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഒരു യോഗം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം അതിന് തയ്യാറാവുകയും ചെയ്തു. ഇവിടെയും ഈ പ്രവൃത്തി നമുക്ക് യാഥാർത്ഥ്യമാക്കണം, മുന്നോട്ട് പോകണം. എന്നാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി എന്നുള്ളത് ലോകത്തെവിടെയും ജീവിക്കുന്ന മലയാളികളുടെ സ്വപ്നമാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനമാണ് കേരളം. വാഹനപ്പെരുപ്പം ഒരു പ്രധാന പ്രശ്നമാണ്. കേരളത്തിന്റെ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് എത്തിപ്പെടാൻ പ്രയാസം അനുഭവിക്കുന്നു. എങ്ങനെ ഇത് പരിഹരിക്കും? അപ്പോഴാണ് ദേശീയപാത 66 ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന പദ്ധതി മംഗലാപുരത്ത് നിന്ന് കാസർഗോഡിലൂടെ തിരുവനന്തപുരത്തിലൂടെ തമിഴ്നാട്ടിലെത്തുന്ന ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന് നിശ്ചയിച്ചു. ദൗർഭാഗ്യവശാൽ 2014 അന്ന് ഭരിച്ച സംസ്ഥാന സർക്കാരിന്റെ ഘടികാരസ്ഥത മൂലം NHAI കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഓഫീസും പൂട്ടിപ്പോയി. ഈ പദ്ധതി നടക്കില്ല എന്ന സ്ഥിതിയിലേക്ക് എത്തി. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിൽ എഴുതി വെച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടക്കില്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ച NH66 ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ ഇടപെടും. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വന്നു. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ തന്നെ ഡൽഹിയിലേക്ക് പോയി പ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തു. കൂടുതൽ തുക ദേശീയപാത വികസനത്തിന് വേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം കേരള സർക്കാർ കേന്ദ്രത്തോട് പറഞ്ഞു. പക്ഷേ മുൻകാല സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നിലപാട് കാരണം ഘടികാരസ്ഥത മൂലം ഇനി കൂടുതൽ തുക തരാനാകില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന് മുന്നിൽ പിന്നെ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഈ പദ്ധതി ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കുക. അന്ന് ആ പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാലുള്ള സ്ഥിതി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇപ്പൊ നമ്മൾ ഇത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രയാസം അനുഭവിക്കുന്നത്. എന്നാൽ അത് താൽക്കാലികമാണ്. അന്ന് ആ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു നമ്മുടെ സ്ഥിതി? റോഡിൽ ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഈ റോഡില്ലെങ്കിൽ മാഹി ബൈപ്പാസ് നിങ്ങൾ കാണുന്നില്ലേ? നേരത്തെ അവിടേക്ക് ഒന്ന് വടക്ക് ഭാഗത്തേക്ക് എത്തണമെങ്കിൽ എത്ര സമയമെടുക്കണമായിരുന്നു. ഇപ്പോൾ കണ്ണടച്ച് തുറന്നാൽ ഒരറ്റമെത്തി. അപ്പോൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നെങ്കിൽ ഈ പദ്ധതി ഉപേക്ഷിക്കുക, അതല്ലെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ പണം കണ്ടെത്തണം. ജനങ്ങളുടെ പ്രയാസത്തെ മനസ്സിലാക്കി ജനങ്ങളുടെ ആഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് സാധ്യമാകുന്നത് പറയുകയും പറയുന്നത് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും തട്ടിമാറ്റി നടപ്പിലാക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ പേരാണ് LDF സർക്കാർ. മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ. ആ പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. അതിനുവേണ്ടി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഭൂമി ഏറ്റെടുക്കലിന് പണം കണ്ടെത്താൻ ദേശീയപാത നിർമ്മാണത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്താൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, 100, 200 കോടിയല്ല, 500, 1000 കോടിയല്ല, 1000, 2000 കോടിയല്ല, 5600 കോടി രൂപ സംസ്ഥാനത്ത് മറ്റു പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട തുക ദേശീയപാത വികസനത്തിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചു. ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രം 400 കോടിയിലധികം രൂപ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു.
ഈ വടകര എന്നുള്ള വഴിയോ റീച്ചിൽ മാത്രം 200 കോടിയിലധികം രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടിയിരുന്നു. അന്ന് ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇന്ന് ഇതിന്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്നവർ സ്വാഭാവികമായിട്ട് പറയുന്നവരുണ്ട്. ന്യായമാണത്. പ്രയാസം പരിഹരിക്കാൻ നമ്മളെല്ലാവരും കൂട്ടായി ഇടപെടുകയാണ്. എന്നാൽ രാഷ്ട്രീയ ലാക്കോടുകൂടി സംസ്ഥാന സർക്കാരിനെ ഒറ്റപ്പെടുത്തി കളയാമെന്ന് കരുതി പ്രചാരണം നടത്തുന്നവരുണ്ട്. ആ പ്രചരണം നടത്തുന്നവർ അന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന സമയത്ത് കെടുകാര്യസ്ഥ മൂലം ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടവരാണ്, ഉപേക്ഷിക്കുന്നത് നേതൃത്വം കൊടുത്തവരാണ്, അതിന് കാരണക്കാരായവരാണ്. അവരാണ് ഇന്ന് പലരും ഈ പദ്ധതി പ്രവൃത്തിയുടെ ഭാഗമായി മുന്നോട്ട് പോകുന്നതിനെതിരെയുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത്. പദ്ധതി എന്നെ ഉപേക്ഷിക്കപ്പെട്ടിരുന്നതിനുള്ള സ്ഥിതി എന്താണ്? പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ ജില്ലകളിലൂടെ കടന്നു പോകുന്ന 45 മീറ്റർ വീതി 6 വരി ദേശീയപാതയുടെ പ്രവൃത്തി ഏറ്റവും അവസാനം റിവ്യൂ ചെയ്തപ്പോൾ 480 കിലോമീറ്റർ പൂർത്തീകരിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയും നമുക്ക് പ്രവൃത്തി വേഗത്തിലാക്കണം. ഇപ്പൊ 10 കിലോമീറ്ററായി 4ആയി തിരിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രവൃത്തി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ 2 ആഴ്ചയിലും ഞങ്ങളത് പരിശോധിക്കുമ്പോൾ വലിയ മാറ്റം വരുന്നു. അധികം വൈകാതെ ഇവിടെ 3 റീച്ചുകളിൽ ഈ പറഞ്ഞ 40 കിലോമീറ്ററിൽ 10 4ആയി തിരിച്ചതിൽ 3 വേഗത്തിൽ പൂർത്തീകരിക്കാനാകും. ഒന്നിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം. അത് വടകര ടൗൺ ഉൾപ്പെടെ ബാധിക്കുന്ന ഭാഗമാണ്. അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ നാടിന് വേണ്ടത് വിവാദങ്ങളല്ല, ഈ നാടിന് വേണ്ടത് അനാവശ്യ നാടകങ്ങളല്ല, ഈ നാടിന് വേണ്ടത് വികസനമാണ്. ഒരു പുതിയ റോഡ് വന്നാൽ, ഒരു പുതിയ പാലം വന്നാൽ, ജനങ്ങൾക്ക് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി സർക്കാർ ഇടപെട്ടാൽ അതിന്റെ ഗുണഭോക്താക്കളായി മാറുന്നത് ഈ നാട്ടിലെ സാധാരണ മനുഷ്യരാണ്. അത് കണ്ടുകൊണ്ടാണ് LDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വിവാദങ്ങൾക്കല്ല സ്ഥാനം. നല്ല റോഡുകൾ, പുതിയ റോഡുകൾ, പുതിയ കേരളം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്ക് നമ്മുടെ കേരളത്തെ മാറ്റി തീർക്കാൻ നമ്മൾ ഒന്നിക്കുന്നു. ഇവിടെ ചോറോട് ഗ്രാമപഞ്ചായത്താണെങ്കിൽ വളരെ മാതൃകാപരമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അധ്യക്ഷൻ പ്രസംഗത്തിലൂടെ പറഞ്ഞു, കുറെ പറയണമെന്നുണ്ട്, നടത്തിയ കാര്യമൊക്കെ പറയണമെന്ന് ഒരു പ്രസിഡന്റിന് സ്വാഭാവികമായി തോന്നുന്ന ഒരു ആഗ്രഹമാണ്. പക്ഷെ നടത്തിയ കാര്യം മുഴുവൻ പറയാൻ തീരുമാനിച്ചാൽ ഒരു 5 ദിവസം തീർന്നാലും പ്രസിഡന്റിന് പ്രസംഗം നിർത്താൻ വേണ്ടി പറ്റില്ല. അത്രയ്ക്ക് കാര്യങ്ങൾ നടപ്പിലാക്കിയ ഒരു ഭരണസമിതിയാണ് ചോറോട് ഭരണസമിതി. പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മാസ്റ്ററെയും ടീമിനെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് വികസനം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക, അതാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട്. അങ്ങനെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്കിന് നമുക്ക് ഇനിയും ഏറെ യാത്ര ചെയ്യാമെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിട ഉദ്ഘാടനം, അതിന്റെ ഉദ്ഘാടന സമ്മേളനവും ഉദ്ഘാടന കർമ്മവും നിർവഹിച്ച ബഹുമാന്യനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. ഇനി റിപ്പോർട്ട് അവതരണമാണ്. ചോറോട് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീമതി ഷീനയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് റിപ്പോർട്ട് അവതരണത്തിനായി. വേദിയിലിരിക്കുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖര മാസ്റ്റർ, ഇന്നിവിടെ കെട്ടിട ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസ്റ്റ് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് സാർ, വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീമതി ഗിരിജ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട ശ്രീ മധുസൂദനൻ, മറ്റ് വേദിയിൽ സാക്ഷിയിരിക്കുന്ന നിഷ്ഠ വ്യക്തികളെ, നാട്ടുകാരെ, കെട്ടിട നിർമ്മാണ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചോറോട് ഗ്രാമപഞ്ചായത്ത് മലയും കടലും ചേർന്ന മനോഹരമായ ഭൗമശാസ്ത്ര ഘടനയാൽ പ്രശസ്തമായ ഒരു ഗ്രാമപഞ്ചായത്താണ്. വടകര നഗരത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പഞ്ചായത്ത് വിദ്യാഭ്യാസം, കൃഷി, മത്സ്യബന്ധനം, ചെറുകിട വ്യവസായം എന്നീ മേഖലകളിൽ സജീവമായ മുന്നേറ്റം നടത്തിവരുന്നു. തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിന്റെ ജനപങ്കാളിത്ത മാതൃകയിലൂടെ വികസനവും സേവനവും കൈകോർക്കുന്ന ഭരണഘടന എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്ന ഗ്രാമപഞ്ചായത്താണ് ചോറോട്.
പഞ്ചായത്ത് ഭരണ സംവിധാനത്തിന് കൂടുതൽ കാര്യക്ഷമതയും ജനപങ്കാളിത്തവും നൽകുന്ന വികസന പദ്ധതികളുടെ നിരയിലേക്ക് മറ്റൊരു മഹത്തായ സംരംഭം കൂടി ചേർക്കുകയാണ്. ചോറോട് ഗ്രാമപഞ്ചായത്തിന്റെ പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ദേശീയപാത വികസനത്തിന്റെ ഭാഗികമായി പൊളിച്ചു നീക്കേണ്ടി വന്നതിനാൽ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദവും ആധുനിക സംവിധാനങ്ങളോട് കൂടിയതുമായ ഒരു ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് ചോറോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൂടിയാലോചിക്കുകയും 14-ാം വാർഡിൽ ഉൾപ്പെട്ട ചേന്നമംഗലം ദേശത്ത് ഇതിനായി സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. കെട്ടിട നിർമ്മാണ പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിക്കുന്നത് 2023-24 സാമ്പത്തിക വർഷത്തിലാണ്. പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും ആകെ 4,68,00,000 രൂപയായി ഇതിനായി വകയിരുത്തിയിരുന്നത്. 4 ഘട്ടങ്ങളിലായാണ് പ്രവൃത്തി നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കെട്ടിടത്തിന്റെ സോയിൽ ടെസ്റ്റ്, DPR, സ്ട്രക്ചറൽ ഡിസൈൻ എന്നിവ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി തയ്യാറാക്കുകയും തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും അപ്രൂവൽ ലഭ്യമാക്കുകയും ചെയ്തു. പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി തയ്യാറാക്കിയ പദ്ധതികളുടെ എസ്റ്റിമേറ്റ് NSTD എഞ്ചിനീയറിംഗ് വിഭാഗം തയ്യാറാക്കുകയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NSTD നിന്നും സാങ്കേതിക അനുമതി ലഭിക്കുകയും ചെയ്തു. സിവിൽ പ്രവൃത്തികൾ കൂടാതെ ഇലക്ട്രിക്കൽ പ്രവൃത്തിക്കായി 2,02,00,000 രൂപയും 1,02,00,000 രൂപയും ഇലക്ട്രോണിക്സ് പ്രവൃത്തികൾക്കായി 33,00,000 രൂപയും മാറ്റിവെച്ചിരുന്നു. 2023 സെപ്റ്റംബർ മാസം 2-ാം തീയതി ULCCS അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി കരാറിൽ ഏർപ്പെടുകയും 2023 സെപ്റ്റംബർ മാസം 23-ന് കെട്ടിടത്തിന്റെ തറക്കല്ലിടുകയും ചെയ്തു. നിലവിലുണ്ടായിരുന്ന കൃഷിഭവൻ കെട്ടിടം നിലനിർത്തുന്നതിനായി ഈ കെട്ടിടത്തിന്റെ 4 ഭാഗത്തും കോൺക്രീറ്റ് പില്ലർ നിർമ്മിച്ചുകൊണ്ട് RCC പോസ്റ്റ് ടെൻഷനിങ് സ്ലാബ് നിർമ്മിച്ചുകൊണ്ടാണ് കെട്ടിടത്തിന്റെ സ്ട്രക്ചർ പൂർത്തീകരിച്ചത്. 3 നിലകളിൽ നിർമ്മിച്ച ഈ ഓഫീസ് കെട്ടിടം അത്യാധുനിക രീതിയിൽ പഞ്ചായത്ത് ഭരണത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ സൗഹൃദപരമായ പൊതുസമൂഹ പ്രവേശന സൗകര്യം, വെയിറ്റിംഗ് ഏരിയ, ഭിന്നശേഷിക്കാർക്കുള്ള ടോയ്ലറ്റ് സൗകര്യം, ബാറ്ററി റൂം, റെക്കോർഡ് റൂം എന്നിവയും 1-ാം നിലയിൽ പ്രസിഡന്റ് റൂം, സെക്രട്ടറി റൂം, സ്റ്റാഫ് റൂമുകൾ, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയും 2-ാം നിലയിൽ ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഭരണസമിതി ഹാൾ, അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ റൂം, വൈസ് പ്രസിഡന്റ് റൂം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി റൂം, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ഫ്ലോറിലും എത്തിപ്പെടാവുന്ന ലിഫ്റ്റ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ കെട്ടിടത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. കൂടാതെ ഫയർ പ്രൊട്ടക്ടിംഗ് സിസ്റ്റം, എയർ കണ്ടീഷനിംഗ് സംവിധാനം, സ്പ്ലിറ്റ് AC, കാസറ്റ് ടൈപ്പ് ഇൻഡോർ യൂണിറ്റ്സ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, CCTV, ഇന്റർനെറ്റ് കണക്റ്റിംഗ് മ്യൂസിക് സിസ്റ്റം, ഡീസൽ ജനറേറ്റർ എന്നിവയും ഈ കെട്ടിടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. NSTD എഞ്ചിനീയറിംഗ് വിഭാഗം നിർവഹണം നടത്തിയ ഈ പ്രവൃത്തി 2 വർഷം കൊണ്ട് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു. പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയതിൽ സജീവ പങ്കാളിത്തം വഹിച്ചുവെന്ന താഴെ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് നന്ദി അറിയിക്കുന്നു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ശ്രീ ചന്ദ്രൻ C, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി രേഖ, ശ്രീമതി ദീപ്തി K, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി സീജ NP, ശ്രീമതി ബിന്ധ്യ K, ശ്രീ ഷൈജു K, ശ്രീമതി സൗദ K. കൂടാതെ ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ എല്ലാ സഹകരണവും നൽകിയ ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ ചന്ദ്രശേഖരൻ മാസ്റ്റർ, വാർഡ് മെമ്പർമാർ, മറ്റു ജനപ്രതിനിധികൾ, നാട്ടുകാർ, കരാർ ഏറ്റെടുത്ത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നേതൃത്വം നൽകിയ ULCCS ചെയർമാൻ ശ്രീ പാലേരി രമേശൻ, പ്രവൃത്തി പൂർത്തിയാക്കാൻ അഹോരാത്രം പണിയെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിയിലെ ജീവനക്കാർ, തൊഴിലാളികൾ തുടങ്ങിയ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു. ഇനി ചടങ്ങിൽ നടക്കേണ്ടത് ഉപഹാര സമർപ്പണമാണ്. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ ശ്രീമതി KP ഗിരിജയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഉപഹാര സമർപ്പണത്തിന്. ഉപഹാരം സ്വീകരിക്കുന്നത് ശ്രീമതി ടെൽമ, ശ്രീ ശ്രീജിത്ത്, ULCCS എഞ്ചിനീയേഴ്സാണ്. അവരെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം ശ്രീമതി KP ഗിരിജയെ ഉപഹാരം നൽകുന്നതിന് വേണ്ടിയും ക്ഷണിക്കുന്നു. താങ്ക് യു. ഇനി സദസ്സുമായി സംവദിക്കുന്നതിന് വേണ്ടി ശ്രീമതി KP ഗിരിജയെ ക്ഷണിക്കുകയാണ്.
ചോറോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടോദ്ഘാടനത്തിൻ്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി ചന്ദ്രശേഖരൻ മാസ്റ്റർ, കെട്ടിടോദ്ഘാടനം നടത്തിയ കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, വേദിയിലിരിക്കുന്ന ജില്ലാ, ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ചോറോട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമാണ്. ആധുനിക രീതിയിലുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു കെട്ടിടം ഇന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചോറോട് ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു കെട്ടിടം ഇത്ര മനോഹരമായിട്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ 2 വർഷത്തിനിടയിൽ ഇത്തരം ഒരു കെട്ടിടം പൂർത്തിയാകുമ്പോൾ ഒരു ഭരണസമിതി എടുത്ത എഫേർട്ട് നമ്മൾക്ക് കാണാതിരുന്നുകൂടാ. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഭരണസമിതിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നേരുകയാണ്. ഈ ഒരു കെട്ടിടം ഇന്നിവിടെ പൂർത്തിയാകുമ്പോൾ ചോറോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തലവൻ എന്ന നിലയിൽ എനിക്ക് ചന്ദ്രശേഖരൻ മാഷ് ഏറെ മാസങ്ങളായിട്ട് ഉറങ്ങിയോ എന്നൊരു സംശയമാണ്. അത്രയേറെ ടെൻഷൻ മാഷ് ഈ ഒരു കെട്ടിടം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. 2 കൊല്ലമാണ്. 2 കൊല്ലത്തിനിടയിലാണ് ഈ ഒരു കെട്ടിടം ജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണസമിതി നല്ല രീതിയിൽ ഇടപെട്ടിട്ടുള്ളത്. ചന്ദ്രശേഖരൻ മാഷെ കാണുമ്പോഴൊക്കെ മാഷ് ആകെ ടെൻഷനിലാണ്. ഇന്ന് ഇതിൻ്റെ മുഴുവൻ പണിയും പൂർത്തിയാക്കിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി കൈമാറാൻ കഴിയുമോ എന്നുള്ളൊരു ആകെ കൂടി ഒരു അങ്കലാപ്പായിരുന്നു മാഷക്ക്. എന്തായാലും ആ അങ്കലാപ്പൊക്കെ മാറി മാഷ് ഏറെ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തോടൊപ്പം ചേരുകയാണ്. മറ്റൊന്ന്, മാത്രം ഭാഷയല്ല, ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞങ്ങളുടെ ഒരു പ്രതിപക്ഷ മെമ്പർ പറഞ്ഞിട്ടുള്ളതാണ്, ചോറോട് ഗ്രാമപഞ്ചായത്തിലെ വടകര ബ്ലോക്ക് മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ചിട്ട് ഒരു പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരെയും ഭരണസമിതി അംഗങ്ങളായിട്ട് കണ്ടു വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് വിളക്കുകൾ കത്തിക്കുന്ന കാര്യത്തിലായാലും ശുദ്ധജലം ജനങ്ങൾക്ക് കൊടുക്കുന്നതായാലും എല്ലാ മേഖലയിലും ഒരുപോലെ സംരക്ഷണം കൊടുക്കും സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിലായാലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്കൂടെ സൂചിപ്പിക്കാനുള്ളത് മാഷെടുത്ത് നേരത്തെ വിട്ടുപോയതാണ്. വേദിയിലുള്ള അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി തന്ന ഈ ഒരു മനോഹരമായ പൂവ് സാധാരണ എല്ലാ വേദികളിലും പുഷ്പം തരാറുണ്ട്. പക്ഷെ അത് മുള്ളൊക്കെയുള്ള റോസാപ്പൂവായിരിക്കും. പക്ഷെ ഇന്നിവിടെ തന്നിട്ടുള്ളത് ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഈ ഒരു പൂവ് അത് നമ്മുടെ ഭിന്നശേഷിക്കാരായ ചോറോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ നിർമ്മിച്ചൊരു പൂവാണ്. അപ്പോൾ അവരെ കൈത്തൊഴിൽ പരിശീലിപ്പിക്കുന്ന കാര്യത്തിലായാലും സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഇടപെടലുകൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. വയോജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് കലോത്സവങ്ങളും അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ ഓരോ മേഖലയിലും ഭരണസമിതിയുടെ നല്ല ഇടപെടലുകളും അവരുടെ ഒരു നേർക്കാഴ്ചയുണ്ടാകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ചോറോട് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ചായനമംഗലത്ത് വരുമ്പോൾ അവിടെ ഒരു മിനി സിവിൽ സ്റ്റേഷനായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. കൃഷി ഓഫീസ്, വില്ലേജ് ഓഫീസ്, ബഡ്സ് സ്കൂള് അങ്ങനെയുള്ള
അതേപോലെ തന്നെ അതിന് തൊട്ടടുത്തായിട്ടാണ് ആയുർവേദ ആശുപത്രി എന്ന് വരാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഒരു ചെറിയൊരു മിനി സിവിൽ സ്റ്റേഷനായി നമ്മുടെ ചേന്നമംഗലം മാറുകയാണ്. എന്തായാലും ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ അതിനോടനുബന്ധമായിട്ട് തന്നെ മറ്റ് ഓഫീസുകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഉച്ച സമയത്ത്, ഭക്ഷണത്തിൻ്റെ സമയത്ത് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കഴിഞ്ഞ ഈ ചന്ദ്രശേഖരൻ മാഷിൻ്റെ ഭരണസമിതിക്ക് മുമ്പായിട്ട് കഴിഞ്ഞ 2 ഭരണസമിതിയുടെ കാലത്താണ്, മുമ്പിലുള്ള ഭരണസമിതിയുടെ 3 ഭരണസമിതിയുടെ കാലത്താണെന്നാണ് തോന്നുന്നു, നമ്മുടെ അളവക്കൽ സൊസൈറ്റി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ നിന്ന് അത് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനൊന്നും കഴിയാത്തൊരു നമുക്ക് ഈ ഒരു ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 40 സെൻറ്റ് സ്ഥലവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ബിൽഡിങ്ങുകളും ഗ്രാമപഞ്ചായത്തിൻ്റെ അസറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു അംഗൻവാടി ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ആ അംഗൻവാടിക്ക് സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും ബിൽഡിംഗ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും കഴിഞ്ഞില്ല. അവിടെ മനോഹരമായിട്ടുള്ള നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അംഗൻവാടി പണി കഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വിശാലമായ അല്ലെങ്കിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് വരുന്ന ഭരണസമിതിക്ക് അതിലേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീമതി KP ഗിരിജ. ഇനി ചടങ്ങിൽ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് ശ്രീമതി നിഷ പുത്തൻപുരയിൽ. ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീ ചന്ദ്രശേഖരൻ മാസ്റ്റർ, ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് അവർകൾ, വേദിയിലിരിക്കുന്ന ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വൈസ് പ്രസിഡൻറ്റ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഏറ്റവും പ്രിയമുള്ള CDS, കുടുംബശ്രീ, ഹരിതസേന, അംഗൻവാടി, എല്ലാവരെയും ഈ പ്രദേശത്തെ മുഴുവൻ നാട്ടുകാരെയും സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു സന്തോഷകരമായ ഇവിടുത്തെ എല്ലാവരുടെയും മുഖം കണ്ടാൽ അറിയാം, വളരെ സന്തോഷത്തിലാണ് എല്ലാവരും ഇന്നിവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, വടകര ബ്ലോക്കിലുള്ള ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസം ഉള്ളൊരു ഓഫീസാണ് നമ്മുടെ ചോറോട് പഞ്ചായത്ത് ഓഫീസ്. ചോറോട് പഞ്ചായത്ത് ഓഫീസ് ഒരുപാട് വർഷം തൊട്ടേ എനിക്ക് നല്ല പരിചയമാണ്. ഓഫീസിൽ വന്നിട്ടും അതേപോലെ തന്നെ പല കാര്യങ്ങളും നടത്തിയിട്ടും. ഞാൻ ആദ്യം ഏറാമല പഞ്ചായത്തിലെ CDSൻ്റെ ചെയർപേഴ്സണായിരുന്നു. എന്നാൽ നമുക്കറിയാം, ഇവിടെ മാഷ് തെളിയിച്ചു കഴിഞ്ഞു, പരിമിതികളൊന്നുമല്ല വലുത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആ പരിമിതിക്കുള്ളിൽ വെച്ച് തന്നെ നമ്മുടെ ഈ ഒരു ഭരണസമിതി കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി മാത്രമാണ് മാഷും അതേപോലെ തന്നെ ഈ ഭരണസമിതിയും ആ ഒരു ഓഫീസിലുണ്ടാവൂ. എന്നാലും മാഷ് കരുതിയിട്ടുള്ളത്, ഇനി വരുന്ന ഭരണസമിതി നല്ല സൗകര്യങ്ങളോട് കൂടി ഉള്ള ഭരണസമിതിയും അതേപോലെ തന്നെ പല പല തീരുമാനങ്ങളും യോഗങ്ങളും വികസനങ്ങളും നടത്താൻ വേണ്ടി ഈ ഓഫീസിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, വടകര ബ്ലോക്കിലുള്ള മറ്റ് പഞ്ചായത്തുകളൊക്കെ ഇപ്പോൾ മാഷ് പറഞ്ഞതുപോലെ ഇവിടെയുള്ള 21 വാർഡുകളിലെ വികസനം നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു കക്ഷി രാഷ്ട്രീയമില്ലാതെയാണ് ഇവിടുത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളതെന്ന്. അതിന് മാഷയെയും അതേപോലെ തന്നെ ഈ ഭരണസമിതിയെയും അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള തുടർ പ്രവർത്തനം നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി വിമല എന്നമ്മിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സദസ്സുമായി സംവദിക്കുന്നതിന്. ബഹുമാന്യനായ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ മാസ്റ്റർ, ഈ മനോഹരമായ ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ചെയ്ത ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അവർകൾ, വേദിയിലിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ,
ഏറെ സന്തോഷത്തോടു കൂടിയാണ് നാം ഓരോ ആളുകളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ചോറോട് പഞ്ചായത്തിന് സൗകര്യപ്രദമായ ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. 21 വാർഡുകളടങ്ങുന്ന പഞ്ചായത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ജനവിഭാഗങ്ങൾക്ക് കടന്നു വരാനും അവരുടെ കാര്യങ്ങൾ നിറവേറ്റി സന്തോഷത്തോട് കൂടി പോകുവാനുമുള്ള ഒരു സൗകര്യപ്രദമായ ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ളത്. പരിമിതമായ കെട്ടിടത്തിന് ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഏറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ജനങ്ങളെ അതുപോലെ തന്നെ ഭരണസമിതിയെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരേ മനസ്സോടുകൂടി ഒരേ വികസന പ്രവർത്തനത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഭരണസമിതിയെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ 2 കോടിയോളമുള്ള ഫണ്ടിൻ്റെ വികസനം കൂടി നടത്താൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ എനിക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. എന്തു തന്നെയായാലും പരിമിതമായ ഈ സൗകര്യത്തിൽ നിന്നും മുന്നോട്ട് വന്ന് നല്ല ഒരു വിശാലമായ ഒരു മനോഹരമായ ഒരു കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ 1 മാസം മാത്രം ബാക്കി നിൽക്കെ വരുന്ന ഭരണസമിതിക്ക് ഇനിയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ചോറോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രേവതി പെരുവാണ്ടിലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷ ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ മാസ്റ്റർ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ്, സ്വാഗതം പറഞ്ഞ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മധുവേട്ടൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, നമ്മൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഊരാളങ്ക് സൊസൈറ്റിയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. വടകര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സൗമ്യ KP ആശംസകൾ നേരുന്നതിനായി ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ അധ്യക്ഷൻ, ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചന്ദ്രകൃഷ്ണൻ മാസ്റ്റർ, ഈ കെട്ടിടം ഇന്ന് നമ്മുടെ നാടിന് സമർപ്പിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർകൾ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള മെമ്പേഴ്സ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പ്രിയപ്പെട്ടവരെ, ചോറോടുകാരുടെ ചിലകാല സ്വപ്നമായ ചോറോട് പഞ്ചായത്ത് കേരളമാകെയുള്ള സേവനങ്ങൾ സ്മാർട്ടിലൂടെ ജനങ്ങൾക്ക് വിരൽത്തുമ്പിലെത്തുന്ന രീതിയിലുള്ള ഒരു കെട്ടിട സമുച്ചയമാണ് നമ്മുടെ നാടിനെ ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത്. വളരെ സന്തോഷകരമായ നിമിഷം തന്നെയാണ്. ചോറോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അതിൻ്റെ പ്രസിഡൻറ്റും ഉൾപ്പെടെയുള്ള ആളുകൾ സാധാരണക്കാരായ ആളുകളിലേക്ക് സേവനങ്ങൾ എത്രത്തോളം ലഭ്യമാകും എന്ന് നമുക്കിന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. ഒരു ഭരണസമിതി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പ്രസിഡന്റ് ഉൾപ്പെടെ കൈകോർത്ത് രാഷ്ട്രീയ ഭേദമന്യേ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഒരു ഭരണസമിതി നല്ല രീതിയിലുള്ള വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കെട്ടിടം കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ പഞ്ചായത്തുകൾ ഇപ്പോൾ 4 പഞ്ചായത്തുണ്ടെങ്കിൽ വടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ 4 പഞ്ചായത്തുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കെട്ടിട സമുച്ചയമാണ് നമുക്ക് നാടിന് സമർപ്പിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാ രീതിയിലുള്ള സേവനങ്ങൾക്കും നമുക്ക് അവിടെ എത്തിച്ചേർന്ന് സേവനങ്ങൾ ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ സാധാരണക്കാരായ ആളുകളിലേക്ക് അത് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും മുന്നോട്ടുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ചന്ദ്രകൃഷ്ണൻ മാസ്റ്ററോട് ഈ ഭരണസമിതിയുടെ വേദി പങ്കിടാൻ സാധിച്ചതിൽ അഭിമാന നിമിഷമായി കാണുന്നു. തീർച്ചയായും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും നന്ദികളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചോറോട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശ്യാമള പൂവേരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.
ബഹുമാനപ്പെട്ട നേരത്തെ ഈ ഉദ്ഘാടന പരിപാടിയുടെ അധ്യക്ഷൻ ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ മാസ്റ്റർ അവർ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ ഏറെ ആരാധ്യനായ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് സാർ, വേദിയിലിരിക്കുന്ന ജില്ലാ ബ്ലോക്ക് വേണ്ടപ്പെട്ട ഭരണാധികാരികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഏറെ സ്നേഹം നിറഞ്ഞ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ, നമുക്കറിയാം ചോറോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറെ കാലത്തെ സ്വപ്നമാണ് ചോറോട് ഗ്രാമപഞ്ചായത്തിൻ്റെ കെട്ടിടം. എന്ത് തന്നെയായാലും എല്ലാ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ ചോറോടിൻ്റെ മധ്യഭാഗത്തായി തലയെടുപ്പോടെ ഉദ്ഘാടന കർമ്മം ചെയ്തിട്ടുള്ള നേരത്തെ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഉച്ചഭക്ഷണം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കഴിച്ചതിന് ശേഷം സദസ്സിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്നും ഈ വേദിയിൽ നമ്മുടെ കലാപരിപാടികൾ നടക്കുന്നതാണ്. നിങ്ങളുടെ സഹകരണവും സ്നേഹവും തുടർന്നും ഞങ്ങളുടെ പരിപാടികൾക്ക് വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയാണ്. അടുത്തതായി ശ്രീ സി നാരായണൻ മാസ്റ്റർ, ചോറോട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മാസ്റ്റർ, അതുപോലെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അതുപോലെ വേദിയിലെ അതിവിശിഷ്ട വ്യക്തികൾ, സദസ്സിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, എല്ലാവരും പറഞ്ഞതുപോലെ ഞാൻ ഉൾപ്പെടെ നമ്മളേറെ ആഗ്രഹിച്ച ഒരു ദിവസമാണ് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പ്രൗഢിയോടെ നിലകൊള്ളുന്ന ആ വലിയ കെട്ടിടം ഈ ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പഞ്ചായത്തിലൂടെ ലഭ്യമാവേണ്ട സേവനങ്ങൾ അത്രയും വളരെ ത്വരിതഗതിയിൽ ലഭ്യമാക്കാൻ കഴിയട്ടെ. അതോടൊപ്പം ഗ്രാമപഞ്ചായത്ത് രൂപം കൊടുക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും കൃത്യമായി നടപ്പിലാക്കാൻ കൂടി ഈ കെട്ടിടം ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥ ആശിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആശംസകൾ നേരുന്നു ചോറോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജിഷ പനങ്ങാട്. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി ചന്ദ്രശേഖര മാസ്റ്റർ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജേച്ചി, തുടർന്ന് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള എൻ്റെ മുന്നിലുള്ള നമ്മുടെ ഇന്ന് ഇവിടെ ഏറെ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നമ്മുടെ പഞ്ചായത്ത് കെട്ടിടം അതിൻ്റെ നമ്മുടെ ചേന്നമംഗലം ദേശത്ത് ഒരു ാണ് നമ്മുടെ വാടക കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ വില്ലേജ് ഓഫീസും നമ്മുടെ ചേന്നമംഗലം ദേശത്ത് തന്നെയാണ് വരുന്നത്. അത്യാധുനിക രീതിയിലുള്ള സൗകര്യങ്ങളോട് കൂടിയ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ് എല്ലാം ഈ ഒരു ചടങ്ങിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തും. കോഴിക്കോട് LSGD ജോയിന്റ് ഡയറക്ടർ ശ്രീ പ്രസാദ് PTA ആശംസകൾ നേരുന്നതിനായി ക്ഷണിക്കുകയാണ്. കോഴിക്കോട് LSGD ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ബൈജു ജോസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന
ബഹുമാനപ്പെട്ട ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി ചന്ദ്രശേഖർ മാസ്റ്റർ, ഈ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് അവറുകൾ, ഉപഹാര സമർപ്പണം നടത്തിയ വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ പി ഗിരിജ, ചടങ്ങ് റിപ്പോർട്ട് അവതരിപ്പിച്ച LSC അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, ഈ ചടങ്ങിൽ നന്ദി അർപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KV സതീഷ് കുമാർ, ഏതാണ്ട് കഴിഞ്ഞ ഈ ചോറോട് ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയിട്ട് ഏതാണ്ട് 60 വർഷമായിട്ടുണ്ട്. ഈ 60 വർഷം സുത്യർഹമായ രീതിയിൽ സേവനം ചെയ്തു വരികയായിരുന്നു. അത് നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഓരോ ഹൈവേ വികസനം വരുമ്പോഴും പഞ്ചായത്തിൻ്റെ ഓരോ ഭാഗം സ്ഥലം നഷ്ടപ്പെട്ട് അങ്ങനെ 6 വരിപ്പാതയായ പഞ്ചായത്തിൻ്റെ പകുതിയോളം സ്ഥലം നഷ്ടപ്പെട്ടപ്പോൾ പുതിയ സ്ഥലത്ത് പി ചന്ദ്രശേഖർ മാസ്റ്റർ പ്രസിഡന്റ് നേതൃത്വത്തിൽ ഭരണസമിതി 2 വർഷം കൊണ്ട് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു പുതിയ കെട്ടിടം ഇവിടെ ഉദ്ഘാടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അനേക വർഷങ്ങൾ മുൻപ് ചെയ്തതുപോലെ തന്നെ സുത്യർഹമായ സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ TP ബിനീഷ് ഇല്ല, ഓക്കെ. ആശംസകൾ നേരുന്നതിനായി ശ്രീ R സത്യനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള അധ്യക്ഷൻ ശ്രീ ചന്ദ്രശേഖരൻ മാസ്റ്റർ, പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിൻ്റെ മുഹമ്മദ് റിയാസ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് എല്ലാവരും പറഞ്ഞു. 1987 TV ബാലമാസ്റ്റർ പ്രസിഡൻ്റായിരുന്ന അവസരത്തിൽ അന്ന് ഞാനും മെമ്പറായിരുന്നു. O ബാലമാസ്റ്റർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അന്നൊന്നും അത്രയേറെ വിഭവ സമാഹരണം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അന്ന് കഴിഞ്ഞു പോയത്. ഇന്ന് അതും വളരെ മാറ്റം വന്നു. സർക്കാരിൻ്റെ 40% ഫണ്ട് ഉപയോഗിക്കുന്നത് ഇന്ന് ത്രിതല പഞ്ചായത്തുകളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ വേണം. ഫണ്ടിൻ്റെ വ്യാപ്തി മാത്രമല്ല, സ്കൂളുകൾ, LP UP സ്കൂളുകൾ, കൃഷിഭവന്, വലിയ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള ഭരണസ്ഥാപനങ്ങളൊക്കെ തന്നെ ഇന്ന് പഞ്ചായത്തിൻ്റെ കീഴിലാണ്. ഒരർത്ഥത്തിൽ ഈ ചേന്നമംഗലം പ്രദേശം ചോറോട് പഞ്ചായത്തിൻ്റെ ഒരു ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നിവിടെ പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവൻ ഇങ്ങോട്ട് മാറാൻ പോവുകയാണ്. ചോറോട് വലിയ ഓഫീസിൻ്റെ കെട്ടിടവും ചേന്നമംഗലം LP സ്കൂളിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി അതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ വലിയ ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രമായി നമ്മുടെ ഈ ചേന്നമംഗലം മാറിയിരിക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദത്തിൻ്റെ ഒരു നിമിഷം കൂടിയാണ്. മാത്രമല്ല, ഇന്ന് അയ്യപ്പൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറി നിൽക്കുന്ന സന്ദർഭമാണ്. എല്ലാ ശിവൻ്റെയും അയ്യപ്പ ക്ഷേത്രത്തിൻ്റെയും ഒക്കെ തന്നെ അടുത്ത് തന്നെയാണ് സർക്കാർ ഓഫീസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഒരു സംരക്ഷണവും ഇടതുപക്ഷത്തിനുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരുന്ന ഒരു പോരായ്മയായി, അത് ഈ ചടങ്ങിൻ്റെ പോരായ്മയല്ല, കഴിഞ്ഞ ഒരു 37 വർഷമായി ചോറോട് പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്ന ഒരു കളിസ്ഥലമുണ്ട് അവിടെ പെരുവനവയൽ. അടുത്ത ഒരു ഭരണമെങ്കിലും, അടുത്ത LDFൻ്റെ ഒരു ഭരണം വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്ത ഭരണത്തിൽ ആ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണവും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയണം. ഒരു തുടർച്ച എന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം എന്ന നിലക്ക് ഈ കഴിഞ്ഞ 5 വർഷക്കാലം പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് നേതൃത്വം കൊടുത്ത ഈ ഭരണസമിതിയെയും അതിന് നേതൃത്വം വഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP ചന്ദ്രശേഖരൻ മാസ്റ്ററെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ആശംസകൾ നേരാനായി ശ്രീ KM നാരായണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ ധന്യമായ ചടങ്ങ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന
നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ തലവൻ പി ചന്ദ്രശേഖരൻ മാസ്റ്റർ, ഈ ചടങ്ങ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ടവർ, സദസ്സിലെ സഹപ്രവർത്തകർക്കിങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്. 2 മിനിറ്റ് കൊണ്ട് നിർത്തണം, വയറിങ്ങനെ തൊട്ട് കാണിക്കുക, വിശക്കുന്നുണ്ട് എന്ന്. വിശപ്പിൻ്റെ വിളി നിങ്ങളെപ്പോലെ തന്നെ വേദിയിലിരിക്കുന്ന ആളുകൾക്കും ഉണ്ട്. ഏകദേശം 1.5 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന കേരളീയരാണ്. ഇപ്പോൾ 2 മണിയായി. അധികം സംസാരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുമില്ല. 2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക. ഈ വിശക്കുന്ന വയറോട് കാര്യങ്ങൾ ഉപദേശിച്ചുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവുകയല്ല എന്ന് ഉത്തമ ബോധ്യത്തോടു കൂടി 2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക. ഇന്ന് ഈ പഞ്ചായത്തിൽ ഏകദേശം 10,000-ഓളം കുടുംബങ്ങളുണ്ട് എന്നാണ്. 9,750-ൻ്റെയും 10,000-ൻ്റെയും ഇടയ്ക്ക് കുടുംബങ്ങൾ ഉണ്ട് എന്നാണ് സെക്രട്ടറിൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ഇരുന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത്. ഇതിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചത് ഈ പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റീന. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു വീട് നിർമ്മിച്ചു എന്നുള്ളത്. ഈ പഞ്ചായത്തിലെ ഏകദേശം എല്ലാ ഈ 10,000 കുടുംബങ്ങൾക്കുള്ള ഒരു ഗൃഹപ്രവേശന ചടങ്ങാണ് ഇന്നിവിടെ നടന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ അത് കാൽക്കുലേറ്ററിൻ്റെ ഫോണിൽ നിന്ന് എടുത്തിട്ട് കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു 5,000 രൂപയാണ് ഒരു കുടുംബത്തിന് ചെലവ് വരുന്നത്. ഇത്രയും മനോഹരമായ ഒരു വീട് ഈ പഞ്ചായത്തിൻ്റെ ഭരണ സാരഥി ഗൃഹനാഥന്മാർക്ക് താമസിക്കാൻ 5,000 രൂപ ഒരു കുടുംബം ചെലവാക്കിക്കൊണ്ടാണ് 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു മനോഹരമായ കെട്ടിടം ഇവിടെ നിർമ്മിച്ചത്. ഇതിൽ മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. എനിക്ക് ഒരു സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാതിരിക്കാനും സാധിക്കുന്നു. മുന്നിലിരിക്കുന്ന എൻ്റെ അടുത്തുള്ള 2 സുഹൃത്തുക്കൾ, സ്ത്രീ സുഹൃത്തുക്കൾ ഇങ്ങനെ വല്ലാതെ കണ്ണു ഒഴിച്ച് പേടിപ്പിക്കും. ഇത് 2 കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവഹിക്കും. ഒന്ന്, ഒരു ഭരണാധികാരിക്ക് വേണ്ട ചില കാര്യങ്ങൾ തൻ്റെ സഹപ്രവർത്തകന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഇംഗിതത്തോടു കൂടി ഒരു ഭരണം നിയന്ത്രിച്ചു കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ ഏകദേശം കടത്തനാടിലെ ഗുരുക്കന്മാർക്ക് മാത്രം അറിയാവുന്ന കളരി ഗുരുക്കന്മാർക്ക് മാത്രം അറിയാവുന്ന ഒരു തന്ത്രം. അതിൽ ചന്ദ്രശേഖരൻ മാസ്റ്റർ വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും. ഞാൻ ഈ സാമ്പാറിൻ്റെ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. നമ്മളെ കേരളീയർക്ക് ഒരു സദ്യക്ക് അത്യന്താപേക്ഷിതമാണ് സാമ്പാർ. ആ സാമ്പാറിൽ ചേർക്കുന്ന ഒട്ടനവധി വിഭവങ്ങൾ എൻ്റെ വലതുവശം ഇരിക്കുന്ന വീട്ടമ്മമാർക്കറിയാം. ഓരോന്നിൻ്റെയും രുചികൾ പ്രത്യേകം. അതിൽ കായ ഉപയോഗിക്കും, അതൊരു ചവർപ്പാണ്. ചേന ഉപയോഗിക്കും, അതൊരു ചൊറിച്ചലാണ്. തക്കാളി ഉപയോഗിക്കും, അതൊരു ഇളം മധുരമാണ്. അങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് പറയുന്നില്ല, നിങ്ങൾക്കറിയാം. പലതരത്തിലുള്ള രുചികൾ. ഉള്ളി ഉപയോഗിക്കും, കായം ഉപയോഗിക്കും. അങ്ങനെ ഒട്ടനവധി സാമ്പാറിൽ ചേരാത്ത സാധനങ്ങളില്ല. അതൊരു വടക്കൻ പാട്ടിൽ തന്നെ പറയുന്നുണ്ട്, സാമ്പാറിൽ ചിറ്റുള്ളി ചേരുവളപ്പാന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഭവങ്ങൾ ചേർന്നിട്ട് അതിൻ്റെ റേഷ്യോ അനുസരിച്ച്, അതിൻ്റെ പാകത്തിനനുസരിച്ച് എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ആ ദേഹണ്ടക്കാരൻ അല്ലെങ്കിൽ ആ പാചകക്കാരൻ ആ സദ്യയിൽ സാമ്പാർ വിളമ്പുന്നത്. അത് വളരെ മനോഹരമായി നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കും. അത് ആ ദേഹണ്ണക്കാരൻ എന്നാ പറയുക. എന്ന് വെച്ചാൽ ഭക്ഷണം പാകം ചെയ്യുന്ന ആൾ, പഴയ വാക്കാം, പാചകക്കാരൻ്റെ കൈവിരുതാണ്. അതൊരു അനുഗ്രഹം കൂടിയാണ്. അക്കാര്യത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വിവിധ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ തൻ്റെ കൈവിരുതുകൊണ്ട് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മറ്റ് പഞ്ചായത്തുകളിലെ പത്രപ്രസ്താവന ഭരണസമിതി കഴിഞ്ഞാൽ ഇടതുപക്ഷം ബഹിഷ്കരിച്ചു, വലതുപക്ഷം ബഹിഷ്കരിച്ചു,
അല്ലെങ്കിൽ കയ്യാങ്കളിയായി പിരിഞ്ഞു. ഇതൊന്നുമില്ലാതെ 12-60 മാസക്കാലം ഒരമ്മ പെറ്റ മക്കളെ പോലെ കാത്തു സൂക്ഷിക്കാൻ ചന്ദ്രശേഖരൻ മാഷക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഇത്തരത്തിലുള്ള ഒരു മനോഹരമായ കെട്ടിടം ഈ പഞ്ചായത്തിൽ നിർമ്മിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും. നമ്മുടെ പഞ്ചായത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രത്യേകത ഒന്ന്, കടലിൻ്റെ അടുത്തുള്ളൊരു പഞ്ചായത്ത്, തീരദേശമുള്ളൊരു പഞ്ചായത്ത്. ഈ അനുഗ്രഹം എല്ലാ പഞ്ചായത്തിനും ഇല്ല. ഏറാമല പഞ്ചായത്തിനില്ല, അഴിയൂർ പഞ്ചായത്തിനില്ല, എന്നാൽ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾക്കൊന്നുമില്ല. അതേപോലെ തന്നെ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഒരു പഞ്ചായത്ത്, അതേപോലെ തന്നെ റെയിൽവേ കടന്നു പോകുന്ന ഒരു പഞ്ചായത്ത്. അപ്പം എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഒരു പഞ്ചായത്ത്. ഈ പഞ്ചായത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. സ്നേഹസമ്പന്നരായ, ആതിഥ്യ മര്യാദ കൊണ്ട് സ്നേഹം വിളമ്പിക്കൊടുക്കുന്ന കുറേ ആളുകളുള്ള ഒരു പഞ്ചായത്ത്. അതെനിക്ക് മനസ്സിലായത് എപ്പോഴെന്ന് പറഞ്ഞാൽ, നമ്മുടെ പഞ്ചായത്തിൻ്റെ 2-3 സ്ഥാപനങ്ങൾ പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ എൻ്റെ പ്രദേശത്തുണ്ട്, മാങ്ങോട്ടുപാറ. അവിടെയൊക്കെ പാഞ്ചേരിക്കാട് എന്നാണ് പണ്ട് പറയുക. ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ട്രാൻസ്ഫറാക്കി ചോറോട് PHC എന്ന് പറയുമ്പോൾ PO ചോറോട് ഈസ്റ്റ് മാങ്ങോട്ടുപാറ പാഞ്ചേരിക്കാട് എന്ന് പറയുമ്പോൾ പാഞ്ചേരിക്കാട്. ഭഗവാൻ ഇതെങ്ങനെയാണ് അവിടെ പോകാൻ? അവിടെ വന്ന് 3 കൊല്ലം ട്രാൻസ്ഫർ വരുമ്പോൾ ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കും. ഒരു 2 കൊല്ലത്തേക്ക് കൂടി ഇവിടെ തന്നെ തരപ്പെടുത്താൻ സാറിന് സാധിക്കുമോ? അല്ലെങ്കിൽ ബന്ധപ്പെട്ട കക്ഷി നേതാക്കളെ വിളിച്ച് ചോദിക്കും. അപ്പോൾ കണ്ണീരോടുകൂടിയാണ് അവരൊക്കെ യാത്രാമൊഴി നൽകുന്നത് നമ്മുടെ പ്രദേശത്തുകാർ. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്ര സ്നേഹസമ്പന്നമായ, സ്നേഹം വിളമ്പുന്ന ആളുകളാണ് നമ്മുടെ പ്രദേശത്തുള്ളത്. ഞാൻ അധികം സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ വടക്കേ മലബാറിൽ 2 ധ്വജപ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് ചേന്നമംഗലം അയ്യപ്പ ശിവ ക്ഷേത്രം. അതിൻ്റെ നായാട്ടുകുന്നോട് ചേർന്നുള്ള സ്ഥലമാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് ഓഫീസിന് നിയോഗമായി വന്നത്. ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ചോറോട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് TV ബാലൻ മാസ്റ്ററെ അനുസ്മരിക്കാതെ എനിക്ക് ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ സാധ്യമല്ല. 2000-2005 കാലഘട്ടത്തിൽ അദ്ദേഹം ഈ പഞ്ചായത്തിനെ നയിക്കുമ്പോൾ ആ വൈസ് പ്രസിഡൻ്റായി തൊട്ടടുത്ത സീറ്റിൽ ഞാനും ഉണ്ടാകാറ്. അതിൻ്റെ അപ്പുറത്തായി രാഘൂട്ടി എന്ന് നിങ്ങൾ ഓമന പേരിൽ വിളിക്കുന്ന K. രാഘവൻ ഈ സദസ്സിൽ നേരത്തെ ഞാൻ കണ്ടു, ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. അദ്ദേഹവുമുണ്ട്. അങ്ങനെ പഞ്ചായത്ത് ഓഫീസിൽ ബഡ്സ് സ്കൂളും കൃഷിഭവനും സ്ഥലം വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഇപ്പോഴുള്ള ഈ അതൊരു കുന്നായിരുന്നു. ഏകദേശം കുട്ടിക്കുറ പൗഡറിൻ്റെ ആ പോലത്തെ ഒരു തരം പൊടിമണ്ണ്. സൊസൈറ്റി ആണെങ്കിൽ ഇന്നത്തെ പോലെ സാമ്പത്തിക ഭദ്രതയൊന്നുമില്ലാത്ത ഒരു കാലഘട്ടം. അവർക്കിത് കൈയൊഴിയണം എന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അവരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് 10 ലക്ഷത്തിൽ താഴെയാണെന്ന് തോന്നുന്നു. കൃത്യമായി എനിക്കറിയില്ല, തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തിരുത്തിക്കോട്ടെ. ഈ 10 ലക്ഷത്തിൽ കൂടുതൽ കുറഞ്ഞ തുകയ്ക്ക് അത് കച്ചവടാക്കുമ്പോൾ മാർച്ച് 15 ശേഷമാണ് ULCCയുടെ ചെയർമാൻ, അന്നത്തെ ചെയർമാൻ ഇന്നത്തെ ചെയർമാൻ ഒരാൾ തന്നെ രമേശൻ, അദ്ദേഹവുമായി സംസാരിച്ച് ധാരണയാകും. മാർച്ച് 26-ാം തീയതി കാലത്ത്, അന്ന് മൊബൈലില്ല, ലാൻഡ് ഫോണാണ് എൻ്റെ വീട്ടിൽ, ബാലമാഷ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളിന്ന് കാലത്ത് കോഴിക്കോട് കലക്ട്രേറ്റിൽ പോകണം, നമ്മുടെ ഫയൽ അവിടെ എത്തും, അത് അവിടെ നിന്ന് കലക്ടർ എത്ര രൂപക്കാണ് അത് എടുക്കാൻ അനുമതി തരുന്നത് എന്ന് പറഞ്ഞാൽ അത് അന്നേരം വിളിച്ച് എന്നെ അറിയിക്കണം. അതേസമയം അതേ കോള് തന്നെയാണ് K. രാഘവേട്ടനും പോയത്. രാഘവേട്ടനോട് പറഞ്ഞ് 10 മണിയാകുമ്പോഴേക്ക് ട്രഷറിയിൽ പോയി നിൽക്കണം. ഈ പഞ്ചായത്തിൻ്റെ ഫണ്ടായ കൊണ്ട് മറ്റ് സർക്കസുകളൊന്നും കളിച്ചോടെ കൃത്യമായി കാണിക്കണം. അപ്പോൾ അദ്ദേഹം ട്രഷറിയിൽ, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസിൽ, ഞാൻ കലക്ടർ ഓഫീസ്. ആ സമയത്ത് കലക്ടർ ഇത്ര രൂപയ്ക്ക് അത് എടുക്കാമെന്ന് ഒപ്പിട്ടപ്പോൾ ഞാനതിൻ്റെ സംഖ്യ പഞ്ചായത്ത് പ്രസിഡന്റോട് വിളിച്ചു പറഞ്ഞു. അതിൽ 10% എബോവിന് പഞ്ചായത്ത് ഭരണസമിതി വില കൂട്ടി നൽകിയാണ് ഈ പഞ്ചായത്ത് ഈ സ്ഥലമെടുത്തത്.
ഏകദേശം മാർച്ച് 28 വർഷമാണൊക്കെ ഓർമ്മയില്ല, പ്രായമായതുകൊണ്ട് വർഷം അങ്ങനെ ഓർമ്മ വരുന്നില്ല. ഏതായാലും 2005 കാലഘട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘമായ വീക്ഷണം, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ദീർഘമായ വീക്ഷണത്തോട് കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കെട്ടിടം നമുക്ക് മനോഹരമായി ഉപയോഗിക്കാൻ സാധിച്ചത്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും പോയോന്നറിയില്ല, കുറേ ആളുകൾ സദസ്സിലും കുറേ ആളുകൾ വേദിയിലും. ഒരാൾ അഭ്യർത്ഥിക്കാനുള്ളത്, വളരെ മനോഹരമായ കെട്ടിടമാണ്, എല്ലാ ആധുനിക സൗകര്യത്തോടും കൂടി നിർമ്മിച്ച കെട്ടിടമാണ്. അതേപോലെ തന്നെയുള്ള മനോഹരമായ സേവനങ്ങൾ. അവിടെ കയറി വരുമ്പോൾ അതിൻ്റെ പൊങ്ങച്ചം കണ്ട് അന്താളിച്ചു പോകുന്ന സാധാരണക്കാരൻ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് അവിടെ വന്ന് എന്തെങ്കിലും മുഖം കറുപ്പിച്ച് പറയാനുള്ള ഇടം നൽകാതെ വളരെ മനോഹരമായ ഹൃദ്യമായ സേവനങ്ങൾ ജനങ്ങൾക്ക് തിരിച്ചു നൽകാനുള്ള സന്മനസ്സും കൂടി ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാകണം. വളരെ നല്ല ഉദ്യോഗസ്ഥന്മാരാണ് ചൊറോട് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ എന്ന് പിന്നെ പൊതുവെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് തുടക്കം മുതൽ അവസാനം വരെ ഈ സ്ഥലമെടുക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടായി, ഈ നാടിനെ സമർപ്പിക്കുമ്പോഴും ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ അവസരം തന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമയം ഏറെ വൈകിയതിനാൽ ആശംസകൾ ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കാൻ അപേക്ഷിക്കുകയാണ്. അടുത്തതായി ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നു ശ്രീ CP ശ്രീധരൻ. നമസ്തേ. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ചന്ദ്രശേഖരൻ മാഷ്, നമ്മുടെ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത മന്ത്രി മുഹമ്മദ് റിയാസ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമസ്കാരം. ആദ്യമായിട്ട് 2 വാക്ക് എനിക്ക് പറയേണ്ടതുണ്ട്. കാരണം മുഹമ്മദ് റിയാസ് ഇവിടെ വന്ന് പറഞ്ഞു പോയ കാര്യം അതിന് പ്രതിപാദിക്കേണ്ട എന്ന് എനിക്ക് മേലെ നിർദ്ദേശം വന്നതുകൊണ്ട് ഞാൻ ആദ്യം വിശദീകരിച്ച് പറയണില്ല. നാഷണൽ ഹൈവേ അതേപോലെ അതിദാരിദ്ര്യം, ഈ 2 കാര്യങ്ങളെപ്പറ്റിയും കേന്ദ്രമന്ത്രിമാർ വ്യക്തത വരുത്തിയിട്ടുണ്ട്. നിതിൻ ഗഡ്കരിയും ജോർജ് കുര്യനും ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞതാണ്. സംസ്ഥാന സർക്കാരിന് 1 രൂപ പോലും ഈ 2 കാര്യങ്ങൾക്കില്ല. പക്ഷേ ഞാൻ അതിൽ വിശദീകരിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നാൽ നമ്മുടെ ഈ ഓഫീസ്, ഇത് വ്യക്തമായിട്ട് എനിക്ക് കാണാൻ കഴിയില്ല പക്ഷേ അത് ഞാൻ കാണും. കാരണം ഇനി ഇടയ്ക്കിടയ്ക്ക് വരേണ്ടതാണല്ലോ. ഇപ്പോൾ എന്തായാലും ഞാൻ കാണും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ എൻ്റെ മുമ്പിൽ സംസാരിച്ച ഒരു വ്യക്തി ഒരു കാര്യം, ചെറിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ മണ്ഡലമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണ്. തീരദേശ മേഖലയായിട്ട് ബന്ധപ്പെടുന്ന ഒരേ ഒരു പഞ്ചായത്ത് ചോറോട് പഞ്ചായത്തിനെ പറയണം. ആണോ? നിങ്ങളൊന്ന് പറയും. ചോറോട് പഞ്ചായത്ത്, ഏറാമല പഞ്ചായത്ത് ബീച്ച് ഏരിയയായിട്ട് കണക്ഷൻ ഇല്ല. ഒഞ്ചിയം പഞ്ചായത്ത്, അഴിയൂർ പഞ്ചായത്ത്, ചോറോട് പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്ത് ബീച്ചുമായിട്ട് കൂടുതൽ ബന്ധമുള്ള മേഖലയാണ്. പക്ഷേ അതിനെപ്പറ്റിയൊന്നും പറയില്ല. അദ്ദേഹം എന്തോന്നും അറിയില്ല, പെട്ടെന്നെടുത്ത് പറഞ്ഞതായിരിക്കും. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നമസ്കാരം. വന്ദേ മാതരം. ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ സത്യനാഥൻ P. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, വളരെ വൈകി. നിങ്ങളുടെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവും, എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്കും മനസ്സിലാവും. നമ്മൾ വളരെ പ്രയാസത്തോടു കൂടിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പ്രസംഗങ്ങളൊക്കെ അനവസരത്തിലാണ് എന്നും ബോധ്യമുണ്ട്. പക്ഷേ എനിക്ക് മുമ്പ് സംസാരിച്ച ഒരു പാർട്ടിയുടെ വ്യക്തി പറഞ്ഞതിൽ പൂർണ്ണമായും ശരിയല്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏകദേശം 5580 കോടി രൂപ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. ആശംസകൾ നേരുന്നതിന് ശ്രീ ബാബു പറമ്പത്തിനെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ അധ്യക്ഷൻ, ചോറോട് പഞ്ചായത്തിൻ്റെ പ്രഥമ പുരുഷൻ, ഞാൻ ഏറെ ആദരിക്കുന്ന ശ്രീ ചന്ദ്രശേഖരൻ മാസ്റ്റർ, ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സഖാവ് മുഹമ്മദ് റിയാസ്, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ,
എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ചോറോട് പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഏറെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണിന്ന്. ആ സന്തോഷത്തിന് അവസരമൊരുക്കിയ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ മാസ്റ്ററെ അഭിനന്ദിക്കാതെ നിർവാഹമില്ല. അദ്ദേഹത്തിനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, സ്നേഹം. ആശംസകൾ നേരുന്നു ശ്രീ VP മനോജ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ ചന്ദ്രശേഖരൻ മാസ്റ്റർ ഈ ഒരു മഹനീയ മുഹൂർത്തം സമ്മാനിച്ച ചോറോട് നിവാസികളുടെ ചിരകാല അഭിലാഷം സാധിച്ചു തന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി, പൊതുവികസനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ആസ്ഥാനം നഷ്ടപ്പെട്ട് പൊളിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ താൽക്കാലിക സംവിധാനത്തിൽ നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ച ഘട്ടങ്ങളിൽ ഇച്ഛാശക്തിയോടെ ചോറോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മാസ്റ്ററും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പൂർണ്ണ പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് ഒരു തോളോട് തോൾ ചേർന്നുകൊണ്ട് മറ്റുള്ള പഞ്ചായത്തിന് വിഭിന്നമായ രീതിയിൽ പദ്ധതി വിഹിതങ്ങളായാലും പൊതുവികസനത്തിൻ്റെ കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൽപ്പിക്കാതെ വളരെ ഇച്ഛാശക്തിയോടെ ഈ നാടിനെ നയിച്ച നാഥനായിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് എത്ര അദ്ദേഹത്തിനെ അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. ഇത്രയും ആധുനിക സജ്ജീകരണത്തോടു കൂടിയുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗമായിട്ട് നടുവിലായിട്ട് വരുന്ന ചേന്നമംഗലത്ത് അത് ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ച് ഈ പരിപാടി ഒരു ഗ്രാമോത്സവമായി മാറ്റിയ ഈ നാട്ടിലെ എല്ലാ ബഹുജനങ്ങളെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു ശ്രീ KK ഹംസ ഹാജി. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മാസ്റ്റർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, നാട്ടുകാരെ, ഞാനിവിടെ വന്നപ്പോൾ ഈ നാടാകെ ഒരു ഉത്സാഹലഹരിയിലാണ്. ഈ ഉത്സവലഹരിയിൽ നിങ്ങൾ സന്തോഷത്തിൽ ഈ വിനീതനും പങ്കുചേരുകയാണ്. കേരളത്തിൽ കുറഞ്ഞ വർഷങ്ങളായി വികസനത്തിൻ്റെ പട്ടിക ഓരോ മണിക്കൂറിലും നീണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പട്ടികയിൽ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി 12:30 ഉദ്ഘാടനം ചെയ്തതോടുകൂടി നമ്മുടെ പഞ്ചായത്ത് ഓഫീസും ഉൾപ്പെട്ടിരിക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആശംസകൾ നേരുന്നതിനായി ശ്രീ റഫീഖ് അഴിയൂർ. സ്നേഹാദരണീയനായ ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ചന്ദ്രശേഖരൻ മാസ്റ്റർ, ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി, മറ്റ് വേദിയിലുള്ള നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഒരു പ്രദേശത്ത് ആ പ്രദേശത്തിൻ്റെ സന്തോഷം ആ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഒരു എല്ലാ ആളുകളെയും കൂട്ടി യോജിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു
ഉത്തമ ഉദാഹരണമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ജനസദസ്സ് തന്നെ. സഹോദരികൾ, സഹോദരന്മാർ, ഉച്ച സമയത്ത് പോലും ഒന്ന് മാറിപ്പോകാതെ ഈ സദസ്സിനെ പ്രൗഢമാക്കിയ ഈ സദസ്സിനെയാണ് ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നത്. കാരണം കഴിഞ്ഞ് ഏകദേശം 5 വർഷത്തോടടുക്കാനായ ഈ അവസരത്തിൽ ഈ നാട്ടുകാർക്ക് വേണ്ടി നല്ല സജ്ജീകരണത്തോടു കൂടി ഒരു നല്ലൊരു ബിൽഡിങ് ഇവിടെ പറഞ്ഞതുപോലെ കെട്ടിപ്പടുത്തുയർത്തി അതിൽ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കാനാണ് നമ്മുടെ പ്രസിഡൻറ്റ് ഇവിടെ ഉള്ളത്. ഈ പ്രസിഡൻറ്റ് തന്നെ ഇതുമായി മുന്നോട്ട് പോകുന്ന എല്ലാ ആളുകളെയും കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സദസ്സിനെ ഇത്രയും പ്രൗഢമാക്കി തീർത്തത് ഈ പഞ്ചായത്തിനൊരു മുതൽക്കൂട്ടാണ്. ഈ മുതൽക്കൂട്ടിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശ്രീ KM വാസുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മാസ്റ്റർ, ഈ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സദസ്സിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ചോറോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണ് ഇതുപോലുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു പഞ്ചായത്ത് ഓഫീസ് നിർമ്മിക്കുക എന്നുള്ളത്. നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഒന്നാകെ പ്രസിഡന്റ് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ എല്ലാ വികസന പ്രവർത്തനങ്ങളും എല്ലാ വാർഡുകളിലും തുല്യമായി പങ്കിടുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഈ പഞ്ചായത്തിനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ആസൂത്രണ സമിതി, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാർ ഉൾപ്പെടുന്ന ആസൂത്രണ സമിതി യോഗം പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ പരിശോധന നടത്തിയിട്ടാണ് ഓരോ കാര്യങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്താനും അത് നടപ്പിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ഈ പരിപാടി ഏറ്റവും പ്രൗഢോജ്വലമാക്കി മാറ്റിയത് ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും. നമുക്കറിയാം, രാവിലെ ചോറോട് പഞ്ചായത്ത് ആഫീസ് ഉദ്ഘാടനത്തിൻ്റെ പരിപാടി ചോറോട് ഗേറ്റിൽ നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്ര, വിവിധങ്ങളായ കലാപരിപാടികൾ, അതുപോലെ വർണ്ണം വിതറിയ ഒരു റോഡിലൂടെ സഞ്ചരിച്ച എല്ലാ ആളുകളെയും ഏറെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ബഹുനില കെട്ടിടം ചോറോട് പഞ്ചായത്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നമ്മുടെ സമഗ്രമായ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അത് മാറ്റുകൂട്ടും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിക്കും. CDS ചെയർപേഴ്സൺ ശ്രീമതി അനിത കെ ആശംസകൾ നേരുന്നതിനായി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമോഹനവും ചരിത്രപരവുമായ ഈ ഉദ്ഘാടനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ചന്ദ്രശേഖരൻ മാസ്റ്റർ, അതേപോലെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സർ, അതേപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ദേശീയപാത വികസനത്തിൻ്റെ ബന്ധപ്പെട്ട് നമ്മുടെ കൈനാട്ടിയിലുണ്ടായിരുന്ന പഴയ പഞ്ചായത്ത് പൊളിച്ചു മാറ്റി അതിലും മനോഹരമായൊരു കെട്ടിടം കാലഘട്ടത്തിന് ആവശ്യങ്ങൾക്ക് അനുസൃതമായി തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. ഈ കെട്ടിടം മുഴുവൻ ജനങ്ങൾക്കും ഉത്കൃഷ്ടമായ സേവനങ്ങൾ ലഭിക്കാൻ പര്യാപ്തമാവും വിധം പ്രവർത്തിക്കാൻ കഴിയട്ടെ. ഈ അവസരത്തിൽ എനിക്കതാണ് പറയാനുള്ളത്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു കെട്ടിടമാണ് നമ്മുടെ ഇത്. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഘോഷയാത്രയ്ക്ക് ഗംഭീരമാക്കി മാറ്റിയ നമ്മുടെ കുടുംബശ്രീ വനിതകളുടെ ശിങ്കാരി മേളത്തിന് ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും അഭിനന്ദനം നൽകുകയാണ്. എന്തായാലും ഘോഷയാത്ര നല്ല രീതിയിൽ തന്നെ നമ്മളത് നിറവേറ്റിക്കഴിഞ്ഞു. ഈ ഉദ്ഘാടന കർമ്മത്തിന് കുടുംബശ്രീ CDSൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഔപചാരികമായ ചടങ്ങിന് നന്ദി അറിയിക്കുകയാണ്. ചോറോട് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ KV സതീഷ് കുമാർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ചന്ദ്രശേഖരൻ മാസ്റ്റർ, ഇന്ന് നമ്മുടെ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി മുഹമ്മദ് റിയാസ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, മാഷുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി എത്രത്തോളം നെഞ്ചിലേറ്റി നമുക്കൊരു പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചോ അതേപോലെ ഇവിടുത്തെ ജനങ്ങളും അത് നെഞ്ചിലേറ്റിന്ന് ഈ ഒരു മുന്നിലുള്ള സദസ്സ് ഈ 2-2.5 മണിക്കും ഇതേപോലെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് രാവിലെ കാലാവസ്ഥയൊക്കെ വളരെ മോശമായിട്ടും 9 മണി 9:30 ആകുമ്പോഴേക്ക് ഇത്രയും ജനങ്ങളെ അവിടെ കണ്ടപ്പം മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് തോന്നിയത്. ഇത്രയും ആളുകൾ ഈ കാലാവസ്ഥയിലും വന്നത്, എല്ലാവരും ഇത് നെഞ്ചിലേറ്റിയത് എത്രത്തോളമാണെന്ന് മനസ്സിലായി. വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. പിന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ബഹുമാന്യായ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മാസ്റ്റർക്ക് ഈ ചോറോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും നിങ്ങളെല്ലാവരുടെയും പേരിലും നന്ദി അറിയിക്കുകയാണ്. കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ച പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. സ്വാഗതം ആശംസിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മധുസൂദനൻ, റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീമതി ഷീന എ, ഉപഹാര സമർപ്പണം നടത്തിയ ശ്രീമതി കെ പി ഗിരിജ, എല്ലാവർക്കും ഈ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച നിഷ പുത്തൻപുരയിൽ, വിമല NM, ശ്രീമതി രേവതി പെരുവാണ്ടിയിൽ, ശ്രീമതി സൗമ്യ KP, ശ്രീമതി ശ്യാമള പുവേരി, നാരായണൻ മാസ്റ്റർ, ശ്രീ AK ഗോപാലൻ, ശ്രീമതി ജിഷ പനങ്ങാട്, ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള ബൈജു ജോസർ, ശ്രീ TP ബിനീഷ്, R സത്യൻ, KM നാരായണൻ, CP ശ്രീധരൻ, ശ്രീ സത്യനാഥൻ, ബാബു പറമ്പത്ത്, സദാശിവൻ KK, ശ്രീ VP മനോജ്, KK ഹംസഹാജി, ശ്രീ റഫീഖ് കഴിയൂർ, KM വാസു, ശ്രീമതി അനിത K, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് ഈ ഒരു പരിപാടി വിജയമാക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ സംഘാടക സമിതി അംഗങ്ങളെയും എൻ്റെ സഹപ്രവർത്തകർ ULCCS എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനം ഇവിടെ സമാപിച്ചതായി അറിയിക്കുകയാണ് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി.